ഹലോ ഗേസ്, നിഹാര വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് KFC ആണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ എടുക്കുന്ന പൊടികൾ: കോൺഫ്ലവർ പൊടി, മൈദ, വെളുത്തുള്ളി, ചെറിയുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല, ഉപ്പ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മിക്സ് ചെയ്യണത് നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി ഇടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. അത് കഴിഞ്ഞ് മസാലപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യം സ്പൂണിലാണ്ട് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്തോരമാണ് ചിക്കൻ വെക്കണത് ആവശ്യത്തിന് കോൺഫ്ലവർ പൊടി ഇടുക. അതിന് അനുസരിച്ചിട്ട് തന്നെ മൈദയും ഇടുക. നമ്മൾ എന്തോരോ ചിക്കൻ എടുക്കണത് അതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്താക്കണത്. ഒരു ഫ്ലവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി എടുത്താക്കണേടാ. അത് നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഒഴിക്കാടാ. നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കുരു ഇടരുത്. അതാണ് ഞാനങ്ങനെ കൈ വെച്ചിട്ട് ഇടുന്നത്. അല്ലെങ്കിൽ ആ കുരു അതിലേക്ക് വീഴും. കുരു ഇട്ട് കഴിഞ്ഞാൽ കയ്പ്പ് രസം വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ചേർക്കണം. അതെ, അതിന് നമ്മൾ ഒരു മുട്ടയും കൂടി പൊട്ടിച്ച് അതിലേക്ക് ചേർക്കേണ്ട. അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മുട്ട നമ്മൾ നോക്കിയിട്ടുണ്ട് ചേർക്കാനായിട്ട്. കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ 2 ചേർക്കാം, അതാണെങ്കിൽ 1 ചേർത്താൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ലാസ്റ്റ് സ്പൂൺ കൈ കൊണ്ട് ശരിക്കും മിക്സ് ചെയ്യണം. അപ്പോഴെന്നാലും മസാലകൾ മൊത്തവും പിടിക്കുള്ളൂ. ഇതിൽ കുറച്ച് മസാലകൾ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പൊടികളെല്ലാനും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ആവണം. ശരിക്കും അങ്ങോട്ട് മിക്സ് ആക്കേണ്ട. നോക്കിയേ, മസാല കളറൊക്കെ ഉണ്ടല്ലേ. ഇതിന് ഞാൻ ചേർത്താക്കണത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്. അതാണ് ഇത്ര നിറം കിട്ടുന്നത്. ഇത് നോക്കിക്കോട്ടെ. അത് നമ്മ ചിക്കനൊക്കെ ഇടാം. എല്ലാ ചിക്കനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും ചിക്കനിൽ എത്തുന്ന രീതി ആയിരിക്കണം മസാല. ഈ ചിക്കന് നമ്മൾ വരഞ്ഞിട്ടുണ്ട് കത്തിയും കൊണ്ടേ. അപ്പം മസാലയൊക്കെ അതിൽ കറക്റ്റായിട്ട് കയറി പിടിച്ചോളും. അപ്പം നല്ല ടേസ്റ്റും കിട്ടും. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ഞെക്കാം. മസാലയൊക്കെ പിടിച്ചിട്ട് ചിക്കൻ ഇത് നമ്മൾ ഒരു 1/2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ തുടങ്ങണം. 1/2 മണിക്കൂർ മാക്സ്. ഇത് കുറച്ച് കൂടുതലും ചെയ്യണമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ അവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി റെസ്റ്റ് ചെയ്യാൻ വെക്കോട്ടോ. അത് കഴിഞ്ഞ് ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്. ഇത് ഓട്സ് ഇട്ടും ചെയ്യും, പിന്നെ മൈദയും കോൺഫ്ലവർ ഇട്ടും ചെയ്യും. ഞാൻ ഓട്സ് ഇട്ടാണ് ചെയ്യണേട്ടാ. ഇത് ചെയ്താൽ കറക്റ്റായിട്ട് അതിൻ്റെ ഇതായിട്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടും. അതിലേക്ക് എണ്ണയിലേക്ക് അതിൽ ഇടേണ്ട. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി ഒന്ന് നോക്കാം. ഇതുപോലെയൊക്കെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും. നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കിട്ടുന്ന സ്റ്റൈലിലെ പോലെ തന്നെ കിട്ടോട്ടെ. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു സാധനം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ശരിക്കും ടൊമാറ്റോ സോസൊക്കെ മുക്കി കഴിക്കാൻ പറ്റൂടാ. നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഇനിയും വേറെ വെറൈറ്റീസ് വീഡിയോസുകളായിട്ടൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇത് എടുക്കേണ്ട. ഓക്കെ, നേരെ നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കേടാണ്. ഇതാണ് KFCയുടെ ഫൈനൽ സ്റ്റേജ്. സോസ് മുക്കി കഴിക്കണം. ശരിക്കും നല്ല ടേസ്റ്റ് തന്നെ കിട്ടും സോസൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ.